സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് അത് ഇതിൽ ഒഴിക്കുക. എന്തോരം ആവശ്യം വേണ്ടെന്ന് മിക്സ് ചെയ്തതിന് ശേഷം പറയാം. റവ നല്ലോണം മുങ്ങിക്കിടക്കണം, അതനുസരിച്ച് പാല് ചേർക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ 1 കപ്പ് പാലിൽ 1/2 കപ്പേ ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈ റവ ഒന്ന് സോഫ്റ്റ് ആവട്ടെ, നമുക്ക് മാറ്റി വയ്ക്കാം. റവ സോഫ്റ്റ് ആകുമ്പോഴേക്ക് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് ആഡ് ചെയ്യാം. ഇത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. നാളികേരക്കൊത്ത് ബ്രൗൺ ആവാൻ തുടങ്ങി. ഈ സമയത്ത് കുറച്ച് മുന്തിരി ചേർക്കാം. ഇല്ല നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മുന്തിരി റെഡിയായി. ഇതിലേക്ക് 3/4 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. കളറൊന്നും മാറണ്ട, എന്നാൽ ഒന്ന് ചൂടാക്കി എടുക്കും വേണം. നാളികേരം ചൂടാവുമ്പോൾ 3 അച്ച് ശർക്കര എടുത്ത് 1/4 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ശർക്കര ഉരുക്കിയത് നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര ഉരുക്കുമ്പോൾ വെള്ളം കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. ഒട്ടും ഈ ശർക്കരപ്പാനിയുടെ ഈർപ്പം ഉണ്ടാവരുത്, അത്രയ്ക്കും ഡ്രൈ ആക്കി എടുക്കണം. ശർക്കരപ്പാനി നാളികേരത്തിൽ അബ്സർവ് ആവാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയർ എടുത്ത് വേവിച്ച് വെച്ചേക്കണതാണ്, അതും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ്, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം മിക്സ് റെഡിയായി. കണ്ടില്ലേ, ഇത്രയ്ക്കും ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഒട്ടും ലൂസായി ഉണ്ടാവാൻ പാടില്ല, നല്ല തിക്കായി ഇരിക്കണം ഈ മിക്സ്. ഈ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. ഒരു 1/4 ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മിക്സിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചേക്കുന്ന ആ റവ ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കുക. നമ്മൾ പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട് റസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ മിക്സിലേക്ക് ചേർക്കുമ്പോൾ ഇത്ര ലൂസായിരിക്കണം കേട്ടോ റവ. അതനുസരിച്ച് നിങ്ങൾ പാല് ചേർത്തോളണം, അല്ലാന്നുണ്ടെങ്കിൽ റവ വേവാത്ത പോലെ ഇരിക്കും, ഇത്തിരി കട്ടി കൂടിക്കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ റവ നല്ലോണം വെന്ത് കിട്ടും ചെയ്യും. റവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് തിക്കാക്കി എടുക്കുക. മിക്സ് റെഡിയായി. ഇനി ഈ മിക്സ് തണുക്കാനായിട്ട് നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തു കിട്ടാം. ഇതിൽ ഒരു സാധനം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ആഡ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. വെള്ളം എല്ലാം ഇട്ടാൽ അത് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എള്ള് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു. നമ്മൾ ആദ്യമേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായ മിക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം. ഒന്ന് ഇതാക്കി അമർത്തി കൊടുക്കുക. നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്കൊക്കെ അമർത്തി കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടാണ്. റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് കുറച്ച് ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇത് ഉള്ളിൽ വെച്ച് നല്ലോണം അമർത്തി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഷേപ്പ് ആക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. കൊഴുക്കട്ടയായിട്ടോ ചതുരമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അത് അപ്പം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഒന്നും പുറത്തേക്ക് കാണരുത് കേട്ടോ. നമ്മൾ ഷേപ്പ് ആക്കുമ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മിക്സും റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങൊക്കെ ഉള്ളിൽ വെച്ച് നമ്മൾ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇലയിൽ വെച്ച് പൊതിയാം. വാഴയില വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ആ ഇലയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഇലയുടെ ഈ സൈഡിൽ വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കണമെന്നേ ഉള്ളൂ ഞാൻ, നല്ലൊരു ഭംഗി കിട്ടാനായിട്ട്. നിങ്ങളത് എങ്ങനെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ആ സൈഡിൽ നമുക്ക് ഈ സൈഡിലേക്ക് മടക്കി കൊണ്ടുവരിക. ഈ ബാലൻസ് വരേണ്ടത് ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഈ സൈഡിലത്തെ നമുക്ക് അതുപോലെ ഇപ്പുറത്തേക്ക് മടക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കുക. ഈ സൈഡ് നമുക്ക് അതേപോലെ തന്നെ മടക്കാം. ഇതുപോലെ മടക്കിയെടുക്കുക. എല്ലാ ഇലയിൽ വെച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. സ്റ്റീമറിൽ വെള്ളം വെച്ച് വെള്ളം നല്ലോണം തിളച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
എല്ലാം വെച്ച് കൊടുത്തു. ഇനി അടച്ച് വെച്ച് നമുക്ക് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തതാണ്, അത് കാരണം 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി. അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് തുറക്കാം. ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലോണം തണുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പം നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള 2-3 ചേരുവ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.